എല്ലാ അധ്യാപകരെയും അങ്ങനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. 100% അധ്യാപകരെയും നമുക്ക് വിശ്വാസമുണ്ട്. ഇതേപോലുള്ള ചില ആൾക്കാർ വന്നാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പക്ഷെ മന്ത്രി പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ്. ഈ അധ്യാപികമാർ തന്നെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ അവരുടെ നാവിൽ ലഹരി ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറം ലോകം കാണിക്കരുത്, ശരിയല്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പേരാമ്പ്ര MDMA കേസിലെ പ്രതിയായ കാവ്യയുടെ വിദേശയാത്രയും അന്വേഷണത്തിന്റെ പരിധിയിൽ. ഇതിനിടയ്ക്കൊരു വിദേശയാത്രയൊക്കെ നടത്തി പുള്ളിക്കാരി. എവിടെ, ദുബായിലോട്ടോ മറ്റോ ആണ് പോയതെന്ന് തോന്നുന്നു. BRC ജീവനക്കാരി ആയിരിക്കെ അനുമതിയില്ലാതെ കാവ്യ ദുബായിൽ പോയതാണ് സംശയത്തിനിടയാക്കിയത്. ഇക്കാര്യം അന്വേഷിക്കണമെന്ന് പേരാമ്പ്രയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അധ്യാപകരുടെ ലഹരി മാഫിയ ബന്ധം അന്വേഷിക്കാൻ സമഗ്ര ശിക്ഷ കേരള. വിദ്യാഭ്യാസ വകുപ്പ് BRC തലത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിലെ ലഹരി സംഘത്തിൽ കൂടുതൽ കണ്ണികളുണ്ടോ എന്നും അന്വേഷിക്കും. അധ്യാപകരുടെ ലഹരി ബന്ധം സാമാന്യവൽക്കരിക്കാനാകില്ലെന്ന് SSK DPC നിസാർ ചേലേരി റിപ്പോർട്ടിനോട് പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലം ഒഴിവാക്കപ്പെട്ട അവസ്ഥയിൽ BRC കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം തെളിയിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ശക്തമായിട്ടുള്ള മോണിറ്ററിങ് എല്ലാ BRC കേന്ദ്രീകരിച്ചും ഉണ്ടാവും. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ ട്രെയിനർമാർ, അവരിലെ ഈ ടീച്ചേഴ്സ്, ഈ 3 പേര് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂളുകളും ഇതിൻ്റെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ സ്കൂൾ അധികൃതരുമായും അതോടൊപ്പം തന്നെ PTA ജനപ്രതിനിധികൾ, ജാഗ്രതാ സമിതികളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരശേഖരണങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തും. ഒരു ആഭ്യന്തര അന്വേഷണം ഉണ്ടാവുമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. VS രജിത്തുണ്ട്. VS രജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രജിത്ത്, നമ്മളെല്ലാവരെയും ഞെട്ടിച്ച സംഭവമായ വടകരയിലെ MDMA കേസ് മാറിക്കഴിഞ്ഞു. കാരണം അതിൽ പങ്കെടുത്ത ആളുകൾ ഇതിനെതിരെ സമരം ചെയ്യേണ്ടവരായിരുന്നു, ഇതിനെതിരെ നിലപാടെടുക്കേണ്ടവരായിരുന്നു എന്നതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഇവർ ഈ ആർഭാട ജീവിതമൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് നയിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് അല്ലേ? ഈ കാവ്യയും ഈ കീർത്തനയും നീഷ്മയും അടക്കമുള്ളവർ. VS രജിത്ത്, ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ഇവര് സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. മാത്രമല്ല, ആ ഒരുമിച്ച് ജോലി ചെയ്യുന്ന മറ്റ് അധ്യാപകരെക്കാൾ കൂടുതൽ ഈ 3 പേരും നല്ല കൂട്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൂട്ടുകൂടുന്നതിന്റെ കാര്യം എന്താണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ കൂട്ടുകൂടുന്നതിന്റെ ഘടകം സൗഹൃദമല്ല, മറ്റു പലതുമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അത് ആ BRCയിലുണ്ടായിരുന്ന മറ്റ് അധ്യാപകർ, ഇന്നലെ BPC ആയിരുന്ന ആ അധ്യാപിക കൂടി പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കൂട്ടിനെ കുറിച്ചുള്ള രഹസ്യം ഇപ്പോൾ വെളിപ്പെട്ടു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ആ സർവകക്ഷി യോഗത്തിൽ 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ആവശ്യങ്ങൾ ഉയർന്നു. ഒന്ന്, ഈ പേരാമ്പ്ര BRCയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെ മുഴുവനായും നിരീക്ഷിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണെങ്കിലും അധ്യാപകരെ നിരീക്ഷിച്ച് ഇതിലൊരു ആഭ്യന്തര അന്വേഷണം വേണം. ഇതിലും കൂടുതൽ അധ്യാപകരുണ്ടോ, കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്ക് പോലീസ് അന്വേഷണത്തിന് സമാനമായി അല്ലെങ്കിൽ സമാന്തരമായി ഒരു അന്വേഷണം ആഭ്യന്തര തലത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ കാര്യം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചു. ഇന്നലെ അതിൻ്റെ ഉത്തരവിറങ്ങി. ആഭ്യന്തരമായ ഒരു അന്വേഷണം സർവകക്ഷി കേരള നടത്തും എന്നാണ് ഇപ്പോൾ ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കാവ്യ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിദേശത്തേക്ക്, ദുബായിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അത് BRCയുടെ അനുമതിയില്ലാതെ, അല്ലെങ്കിൽ സർവകക്ഷി കേരളയുടെ ജില്ലാ കോർഡിനേറ്ററുടെ പോലും അനുമതിയില്ലാതെയാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ അനുമതിയില്ലാതെ ഒരു യാത്ര നടത്താനും അനുമതിയില്ലാതെ ഇത്രയും ദിവസം ലീവെടുത്ത്, ആ കാര്യം വ്യക്തമാക്കാതെ ലീവെടുത്ത് പോകാനുമൊക്കെ എങ്ങനെയാണ് സാധിച്ചത് എന്ന കാര്യം കൂടി അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും കാവ്യ വിദേശയാത്ര മാത്രമല്ല, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ആർഭാടങ്ങളോടുകൂടി ജീവിച്ചിരുന്നുവെന്നും അവരുടെ കൈവശം ധാരാളം പണം എത്തിയിരുന്നുവെന്നുമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും അത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കൺമുന്നിലൂടെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആർഭാട ജീവിതം നയിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പണമൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് പൊറുക്കാനാവാത്ത കുറ്റമാണ് ഈ ടീച്ചർമാർ ആയിരുന്ന യുവതികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി പറയുന്നു, ഇതിൻ്റെ പേരിൽ മറ്റ് അധ്യാപകരെ സാമാന്യവൽക്കരിക്കരുത്. ഇവർ പെർമനൻ്റ് ആയിട്ടുള്ള അധ്യാപകരല്ല, ഇവിടെ കോൺട്രാക്റ്റായിട്ട് BRCയിൽ വർക്ക് ചെയ്തിരുന്ന അധ്യാപകരാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു പ്രേക്ഷകൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. ഇവരൊക്കെ ഗുഡ് മോർണിംഗ് അരുൺ സാർ, വിലക്കയറ്റത്തിന് വാർത്തയൊന്നും ഇല്ല എന്ന് ചോദിക്കുന്നു. ആ വാർത്ത വരുന്നുണ്ട്. ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവരൊക്കെ ഇനിയിപ്പം ജയിലിൽ നിന്ന് വന്ന് നേരെ സ്കൂളിൽ കയറും എന്ന് പറയുന്നു. കയറൂല. സത്യമായിട്ട് ഇവർ ഒരു സ്കൂളിൽ കേരളത്തിൽ കയറാൻ കേരളം അനുവദിക്കില്ല. കാര്യം അത്രമേൽ ഇവർ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു.